തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പ്രതി സിറാജുദ്ദീനെ മലപ്പുറത്തെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുക്കുന്നുണ്ട്. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, പരമാവധി തെളിവുകൾ ശേഖരിച്ച് പഴുതുകളില്ലാതെ പൂട്ടുക എന്ന് തന്നെയായിരിക്കും പോലീസിന്റെ ഉദ്ദേശം. നിലവിൽ എന്തൊക്കെ തെളിവുകളാണ് പോലീസ് പ്രധാനമായും തേടുന്നത്? ഇയാളൊരു കുറ്റസമ്മതം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സുഹൈൽ, ഇതുമായി ബന്ധപ്പെട്ട കുറ്റം പൂർണ്ണമായും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കോടതി ഇയാളെ 4 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിന് ആ സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് അതിവേഗം തെളിവെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ചട്ടിപ്പറമ്പിലുള്ള അയാളുടെ വീട്ടിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പോലീസ് എത്തിയത് ഈ പ്രസവത്തിന് ശേഷമുണ്ടായ അവശിഷ്ടങ്ങളൊക്കെ തന്നെ വീടിന്റെ പുറത്ത് കുഴിച്ചിട്ട നിലയിലായിരുന്നു. അത് തെളിവ് നശിപ്പിക്കുന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതെല്ലാം തന്നെ പോലീസ് പുറത്തെടുത്ത് തെളിവ് ശേഖരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, വീടിന്റെ അകത്ത് ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ തെളിവെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ, ഈ കേസിൽ ഇപ്പോൾ ഇയാൾ മാത്രമാണോ പ്രതി? മറ്റാരുടെയെങ്കിലും സഹായം പ്രസവ സമയത്തടക്കം ലഭിച്ചിട്ടുള്ളതായി പോലീസിന് സംശയമുണ്ടോ? സുഹൈൽ, ഇയാൾ മാത്രമല്ല, കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ സിറാജുദ്ദീൻ മാത്രമാണ് കേസിലെ പ്രതി. മാത്രമല്ല, ഈ വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത് നിയമപരമായി കുറ്റമല്ല, പക്ഷേ ചികിത്സ നിശ്ചയിച്ച അടക്കമുള്ള കുറ്റങ്ങളായിരിക്കും ഈ കാര്യമായി നിലനിൽക്കുക എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതി ചേർക്കുക കൂടുതൽ ആലോചിച്ച ശേഷമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സുഹൈൽ, ശരി, സമീറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രക്തം വാർന്ന വേദന കൊണ്ട് പുളയുമ്പോഴും സ്വന്തം ഭാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ അയാൾക്ക് വ്യഗ്രതയുണ്ടായിരുന്നില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞ മൃതദേഹം മലപ്പുറത്തുനിന്ന് പെരുമ്പാവൂരിലേക്ക് എത്തിക്കാനും തെളിവ് നശിപ്പിക്കാനും വ്യഗ്രത ആ ക്രൂരൻ ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്കാണ്.